എന്താണ് ഇയാളെ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? കണ്ണാടി പോലെ തിളങ്ങുന്ന ഈ വെള്ളത്തിലേക്കാണോ കുപ്പി വലിച്ചെറിഞ്ഞ് എറിഞ്ഞ് പൊട്ടിക്കുന്നത്? കുളിക്കാൻ വരുന്നവരുടെ കാൽ മുറിയാൻ ഇത് മാത്രം പോരെ? മദ്യപാനികളുടെ സ്ഥിരം സ്വഭാവമാണ് ഇത്. കുന്തിപ്പുഴയെ പറ്റി നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിച്ചു നോക്കാം. എവിടെ നിന്നാണ് ഈ പുഴ ഉത്ഭവിക്കുന്നത്? നമ്മൾ കേട്ടിട്ടില്ലേ, അട്ടപ്പാടി പോലെയാണ് ആ കാണുന്നത്. വലിയൊരു തല മറുസൈഡ് ഊട്ടിയാണ്, തമിഴ്നാടിനാണ്, ബോർഡറാണ്. അത് കയറി വന്ന ഇവിടെ 4 കിലോമീറ്റർ നടന്നാൽ മതി. തത്തേങ്ങലം ആ അത് കഴിഞ്ഞ പിന്നെ പാത്രക്കടവാണ്. പാത്രക്കടവ് എന്നാണ് സത്യത്തിൽ കുന്തിപ്പുഴ ഉത്ഭവം. കേട്ടിട്ടുണ്ടാവും നിങ്ങളെ? കേട്ടിട്ടുണ്ട്. പാത്രക്കടവ് നമ്മൾ സർക്കാർ തലത്തിലൊക്കെ ഫേമസ് ആണ് സ്ഥലം. കാരണം പുതിയ പുതിയ പദ്ധതികളൊക്കെ വന്നിട്ട് അവിടെ പണ്ട് ഡാം എത്താൻ വേണ്ടിയിട്ട് കൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ സുഹൃത്തുമായ ടീച്ചർ വന്ന് സമരം ചെയ്ത് അതൊക്കെ സമരത്തിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ മഴ പെയ്താലും അതെ, കലങ്ങില്ല. എപ്പോഴും നല്ല തെളിനീരായിരിക്കും. എപ്പോഴും ഏത് കാലത്തും. മഴക്കാലത്ത് പ്രത്യേകിച്ച് കൂടുതൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും പുഴയ്ക്ക്. തീ കാണുന്ന പോലല്ല, തീ കാട് പിടിച്ച് കിടക്കുന്ന പോലല്ല, പുഴയ്ക്ക് ഒന്നുകൂടി ഭംഗി പോകും. ഈ സമീപ പ്രദേശത്തു നിന്ന് അതുപോലെ പുറത്തുനിന്നൊക്കെ ഇവിടെ കുളിക്കാനായിട്ട് ആൾക്കാർ വരാറുണ്ടോ? ഇഷ്ടം പോകും. പുഴയുടെ ആകെ ഒരു പ്രത്യേകത, ഞങ്ങളുടെ നാട്ടിൽ മണ്ണാക്കാട് വന്നു കഴിഞ്ഞാൽ തന്നെ മണ്ണാക്കാട് വിട്ടുപോകാത്ത ഏറെക്കുറെ പുഴ കൊണ്ടാണ്. ഈ കുന്തിപ്പുഴയിലൊരു കുളി കുറേ വലിയ പ്രാധാന്യമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം എന്നൊക്കെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച കൂടിയാണല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരായിരിക്കും ഇവിടെ. മാത്രമല്ല ഈ കുളി എന്നുള്ളൊരു സമ്പ്രദായം മറ്റെല്ലാ രാജ്യത്തും അല്ലെങ്കിൽ എല്ലാ നാട്ടിലും അന്യം നിന്ന് പോവാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണത്. കാരണം ഇവിടെ ഈ ഒരു കുളി ഇപ്പോഴും നിന്നുകൊണ്ടുമുണ്ട്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും സ്ത്രീകളും പുരുഷന്മാരൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവർ കുളിച്ചു പോകും. സ്ത്രീകളതുപോലെ അലക്കാനും കുളിക്കാനൊക്കെ ആ ബാത്റൂം എന്നുള്ള സിസ്റ്റം ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാരും പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല. പുഴയിൽ തന്നെയാണത്. ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ എളുപ്പം കുളിക്കാനോ സുരക്ഷിതത്വമാണ്. മാത്രമല്ല ഇവിടെ ഇപ്പൊ ഈ മറ്റുള്ള മറകളൊന്നുമില്ല. സത്യത്തിൽ കുളിക്കുമ്പോഴെല്ലാം ഇപ്പം സ്ത്രീകളാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം ഒന്ന് കുളിച്ച് പോകാറുണ്ട്. മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വയലൻസ് ഒന്നും ഇവിടെ ഞങ്ങളുടെ കുന്തിപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പുഴയ്ക്ക് എത്തിച്ചേരാം മണ്ണാർക്കാട് നിന്ന് ഏത് വഴി അങ്ങോട്ട് വരാൻ എളുപ്പം? മണ്ണാർക്കാട് നിന്ന് ടൗണിൽ നിന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടൗണിൽ നിന്ന് നമ്മൾ അരകുറിശി വഴിക്കിന് വരാം. ഇനി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ചന്തപ്പടിയിൽ നിന്ന് ചെറിയൊരു കട്ട് റോഡുണ്ട്. കട്ട് റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ നേരെ പുഴയ്ക്കുള്ള റോഡാണത്. നേരെ പുഴയിലാണ് വന്നിട്ടുള്ളത്. അട്ടപ്പാടി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിലും പാലക്കാട് നിന്ന് വരികയാണെങ്കിലും അതേപോലെ തന്നെ നേരെ മണ്ണാർക്കാട് ടൗണിൽ വന്നിട്ട് 3 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ വരുന്നതോട് ഒന്നേ പറയാനുള്ളൂ, പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കുക. അതെന്താ പറയുക, അത് ഈ പ്ലാസ്റ്റിക് എന്ന് മാത്രമല്ല ഈ പുഴയെ മലിനമാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. നമ്മളിപ്പോൾ നിങ്ങൾ ഈ സംഘടനകൾ ചെയ്യുകയാണെങ്കിലും നിങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത തലമുറ ചെയ്യാതിരിക്കില്ല. കാരണം കാണുന്ന എന്തെങ്കിലും പുഴയെ അല്ലെങ്കിൽ മനുഷ്യരെ പ്രകൃതി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. കൊണ്ടുവരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ നടക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കുക. അത്രേ ഉള്ളൂ. ഞാനൊക്കെ ഈ പറഞ്ഞത് ഞങ്ങളൊക്കെ പണ്ട് കുറേ കാലം ചെയ്തിരുന്നതാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളേറെക്കുറെ നിർത്തി വരുമ്പോൾ വേറെ ആൾക്കാർ വരും. നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഒരു ടീമിൽ ഒരാളുടെ പറഞ്ഞുള്ളൂ, നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണത്. നമ്മൾ തളർന്നു പോകുന്ന നമുക്കൊരിക്കലും തോന്നുന്നില്ല. അത് നമ്മുടെ പ്രവൃത്തിയാണല്ലോ മുന്നോട്ട് പോകുന്നത്. മനുഷ്യൻ ചിലപ്പോൾ ഒരു പക്ഷേ തളരുമായിരിക്കാം. അവർ ചെയ്യിച്ച കാര്യങ്ങൾ തളർച്ചയില്ലാതെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു നൈതികമായി നടക്കുന്നത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണത്. അതെ, ഞങ്ങളുടെ അടുത്ത് തന്നെ രാധാകൃഷ്ണൻ. എപ്പോഴും സ്ഥിരം വന്ന് കുളിക്കില്ലേ പുഴയില്? എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ അധികം വരാറുണ്ട്, അധികം മുടക്കാറുണ്ട്. ഈ ഒരു സംവിധാനം എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടും ഇത്രയും മനോഹരമായ ഇത്രയും കണ്ണാടിച്ചില്ല് പോലെയുള്ള ഈ നല്ല ഈ ശുദ്ധമായ വെള്ളം ഒഴുകുന്ന ഈ കുന്തിപ്പുഴയെ പോലും മലിനമാക്കുന്ന ആളുകളുടെ മനസ്സ് എത്രമാത്രം മലിനമാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്.